നമ്മളങ്ങനെ ചായ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ട്ടാ. അപ്പോഴാണ് ഒരു പുള്ളീനെ കണ്ടുമുട്ടിയത്. അങ്ങനെ പുള്ളീനെ കൊണ്ട് നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്യിച്ച് അവിടുന്ന് ഇറങ്ങി ട്ടാ. അപ്പോഴാണ് ഒരു കിടിലൻ കാഴ്ച കണ്ടത്. ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് റോഡ് സൈഡിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ പോണ വഴിക്കൊക്കെ അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അങ്ങനെ അവിടേക്ക് എത്തി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു സ്ഥലം കിട്ടി. അങ്ങനെ കയറിയിരിക്കുന്ന ടൈമിൽ കുറേ പിള്ളേർ വന്നു. ഒരു എയർ ഗണ്ണൊക്കെ ഇട്ടാണ്ട് വന്ന. അങ്ങനെ അവർ ഉന്നൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പോയി. അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. അങ്ങനെ ഐസോൾ എത്തിയ സമയത്താണ് നല്ല കോടയും കാര്യങ്ങളൊക്കെ ട്ടാ. ഇത് ഐസോളിലെ ഒരു ബസ് സ്റ്റാൻഡാണ്. ഇത് ശരിക്കും ഐസോളിലേക്കും പിന്നെ ലുങ്ലെ, സെർച്ചിപ്പ് അങ്ങാടേക്കൊക്കെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ അതുപോലെ സുമോയിലൊക്കെ പോകട്ടാ. ചില സ്ഥലങ്ങളിലും ബസ് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സുമോയിലാണ് പോണത്. അപ്പോഴത്തേക്കും ഒരു ചെറിയൊരു പച്ചക്കറി മാർക്കറ്റ് എത്തിയിട്ടാ. ഇതിവിടെ റോഡ് സൈഡിൽ തന്നെയാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ പോണേക്ക് ഒരു പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടാ. അവിടെ ചെന്നപ്പോൾ അവരുടെ കടയിൽ എത്തിയപ്പോൾ ആ ഒരു രീതി നമുക്ക് ചോറും ചിക്കൻ കറി അല്ല മട്ടൻ കറി ആയിരുന്നിട്ട് അത് പരിപ്പ് കറിയും അങ്ങനെ എല്ലാ സംഭവം ഉണ്ടായിരുന്നു. പാവം തീയതിട്ടാ. അങ്ങനെ പോവാറായപ്പോൾ ഒരു കുപ്പിയിൽ പാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ തന്നിട്ടാ പാവം. അങ്ങനെ അവിടുന്ന് അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി നേരെ നമ്മൾ പോണത് മിസോറാമിലെ ഒരു സൈക്ലിസ്റ്റിന്റെ വീട്ടിലേക്കാണ്ട. പുള്ളിക്ക് അത്യാവശ്യം റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളീൻ്റെ വീട്ടിലെത്തി ഒരുപാട് ട്രോഫിയും അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ പുള്ളീൻ്റെ പേരിൽ. ശരിക്കും മിസോറാമിൽ പുള്ളി മാത്രമേ ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ കേട്ടോ.